നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടപ്രഥമനാണ്. എല്ലാവരും ഇത് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരുടെ ആണല്ലേ അത് അട അത് ഇതേപോലത്തെ 2 പറ്റ എത്ര കണ്ണാനില്ല 200 400 അരക്കാൻ തയ്യില്ല. പൊട്ടി സാധനം വിചാരിച്ചിട്ടുണ്ടാവും. അന്നെ പോലെ സുന്ദരി വേറെ ആരില്ലേ? പട്ടിത്തടത്തിലത്തെ സുന്ദരി അല്ലേ? ഞാൻ അടുപ്പിൽ തന്നെ സുന്ദരി. ഇതിന് പായസം കൂട്ടി പിടിച്ചോ? കൂട്ടി പിടിക്കണ്ട, നല്ലോണം ഉടക്കട്ടെ. അല്ല അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പൊളിച്ചുതരാം. അല്ല ഇതിലേക്ക് ഒന്നുകൂടി വേണമെങ്കിലേ ഇത് മതി, വലിയ കളിയാറല്ലേ മതി. ഇത് ഇടവൻ കൈട്ടാ പിടിക്കണം. എന്താ തിരുമ്പ അതെ മീൻ മേടിക്കുന്നില്ല കേട്ടോ. ഞാൻ ഇന്നലെ കുടുങ്ങി. അപ്പൊ ഞാൻ ഇറങ്ങി പോകുന്നു. അത് അവൾക്ക് അടി കിട്ടാത്ത കേടാ. 2 പേരൊന്നല്ല, കൊറേ സമ്മതി ഉണ്ട്. അന്ന പെടില്ലാണ്ടേ കൊറേ നാവ് കൂടിയിട്ടുള്ളൊരു പരിപാടിയുള്ള കൂട്ടാണെന്നില്ലേ കറി. ചെമ്മീന്റെ കറി മതി. അടിച്ചാലേ അടിച്ചിട്ട് എല്ലാം കൂടിയിട്ട് പീര കൊടുക്കണം. ഒരു ഡബറൊക്കെ ഇട്ടാലേ അതിന് പുയ്യ. മൂപ്പരിക്കുന്ന ഉള്ളിക്ക് കയറിയിട്ടുണ്ട്. ഓളെ കണ്ടാലും അങ്ങനെ തോന്നൂല. മക്കളൊക്കെ അതാണ് ഇഷ്ടത്തിന് ഗുരുതപ്പനെ. അവർക്ക് അല്ല കണ്ടാലും അവരെ ക്രിസ്ത്യാനിയും തോന്നൂല. പേര് പറയാൻ മതി. രമ്യ രമ്യ പിന്നെയും പോകാം നല്ലത്. ആളുടെ മോനായിട്ട് മത്സരം ഉണ്ട്. 2 കൊല്ലം കഴിയണം തോന്നുന്നു. പെണ്ണിനെ ഈ അഡ്മിനിസ്ട്രേഷൻ ഇത് അത് പഠിക്കാൻ കൊടുക്കുക എറണാകുളത്തേക്ക്. ഇവര് കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്ന രമ്യൊക്കെ? ആര്? റെജിന മോന്റെ മോളെ ഇല്ലല്ലേ? പെങ്ങളും കൂടിയിട്ടില്ല. ഇവര് കൂടിയിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ പെങ്ങളായിട്ട് കുഴപ്പമൊന്നുമില്ല. ഓളും വന്നില്ല. മരിച്ചിട്ട് മീനിട്ട് മരിച്ചിട്ട് കാണാൻ കേട്ടോ. രമ്യ പോയാണോ? അതിന് ഇവളായിട്ടല്ലേ തെറ്റ്? റെജിനായിട്ടല്ലേ തെറ്റ്? റെജി രമി രമി ആ വള്ളി ഒന്ന് പൊന്തിച്ചോക്കായിരുന്നു. അവരെ ഡാർബാർ ചെലവ് കാരണമാണ് അവർക്ക് ജീവിതം ഇങ്ങനെ ചെയ്ത്. ആരത്? ലീലക്കേ ഡാർബാർ ചെലവാ. ഇവിടെ വന്നോണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കി കൂടെ. മെല്ലെ പിഴഞ്ഞോട്ടാ. തേങ്ങ കഴിഞ്ഞില്ലേ? എന്തേ അല്ല കഴിഞ്ഞില്ലേ? പുറത്തുണ്ട് പൊളിക്ക്. അല്ല ഇതന്നെ 2 പ്രാവശ്യം മതി. അല്ല ഞാൻ അവിടെ അടിക്കാണ്ട് ആടാണിഞ്ഞിട്ടാ ഉണ്ടാക്കുക. അതെ എങ്ങനെ? ആട നമ്മളിപ്പോ കല്യാണ സദ്യ ഉണ്ടെങ്കിലേ ഈ അട മേടിച്ചിട്ടല്ല ഉണ്ടാക്കുക കല്യാണത്തിന്. പുഴുങ്ങും. വറുത്ത നൈസ് അരിപ്പൊടിയില് അപ്പഴേക്കപ്പന്നെ ഉണ്ടാക്കിയിട്ട് അത് ഭയങ്കര പാടാ. അല്ലാണ്ട് അട മേടിച്ചിട്ടൊന്നല്ല. അത് ശർക്കര നീര് വെളിച്ചെണ്ണ നൈസ് അരിപ്പൊടി. ഭയങ്കര ടേസ്റ്റ് ആവും. നൈസ് അരിപ്പൊടി അതിന് കട്ടിയില് കലക്കുക. എന്നിട്ട് ഇല വാട്ടുക. ഇല വാട്ടണം. എന്നിട്ട് അതിൽ ഒഴിക്കുക. എന്നിട്ട് ഇലയില് ഇങ്ങനെ ഒഴിക്കണ കണ്ടീഷൻ ആവണം കട്ടിയില്. എന്നിട്ട് അങ്ങോട്ട് ചൂട്ടി കെട്ടുക. എന്നിട്ട് തിളച്ച വെള്ളത്തിലിട്ട് വേവിക്കുക. ഈ ഇല വാട്ടണം ആദ്യം. ഇലയില് ഇങ്ങനെ പാവിയിട്ട് ഇല ചൂട്ടി കെട്ടിയിട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് എന്നിട്ട് എന്നിട്ട് കുടയും. ഇതൊക്കെ കുടയും.
എന്നിട്ട് അത് കൊത്തി നോക്കണം. എന്നിട്ട് അടപ്പായസം ഉണ്ടാക്കുക. അത് ഉണ്ടാക്കണ്ടാവും. വലിയ സദ്യയിലൊക്കെ അങ്ങനെ തന്നെയാവും ഉണ്ടാക്കുണ്ടാവുക. അപ്പൊ ഇതെന്താ ആവട്ടെ കേട്ടാ. അപ്പൊ ഞാൻ ശർക്കര ഇട്ട് വരാം. ചൂടാവണം. എന്താ മദ്രസത്തെ എന്നോ ശർക്കര കിട്ടിയില്ലേ? അല്ലപ്പ ശർക്കര കിട്ടി, ഏലക്കായ കിട്ടി. ഇവിടെ കട്ടിയ അറിയില്ല. ഇത് ഇട്ടിട്ട് കുറവുണ്ടെങ്കിൽ ആക്കാം. ഇത് വെള്ളം തക്കല ഇടാനായിട്ടില്ല. അറിയില്ല. അത് എന്തായാലും ഇടുക. ഇതിപ്പോ ചെയ്യാവുന്ന പഴം നോക്കി നോക്കണോ എന്ത് അടവെന്താന്ന്? അതൊക്കെ പൈസ അതിലായിരിക്കും. അതല്ലേ ഇവിടെ കുതിർത്തിയില്ല. എന്തും മതി. അല്ല ഞാൻ ചോദിക്കുക. ആ ഉരുളി ചൂടായാ പിന്നെ ഉണ്ടായിക്കോളും. ജാറവിടെ എന്ത് എന്ത് പോത്ത് ആ ചെമ്പരത്തി കൊടുത്തെടുക്കുക ഇടിവെട്ടിന്. അനക്ക് നല്ല നമ്പർ അറിയാ. എവിടുന്നാ? അയിനൂരല്ലേ? എവിടെയാണാവോ? സെൻട്രലിലത്തെ അല്ലേ? ആ എന്താ പറയാ വടക്കുമുറിയിലേ ഒരു ചങ്ങായില്ലേ കുഞ്ഞുക്കാടെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ മോന. നമുക്ക് അത്രയൊന്നും വേണ്ട. എന്നാലും ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ വേണമെങ്കിൽ പറയാം. ഒരു ടേസ്റ്റിനെ പിന്നെ ഒഴിച്ച പിന്നെ തിളപ്പിക്കില്ല. നെയ്യ് കണ്ടി പരിപ്പില്ലേ? ഉണ്ട് മതി. ആരാ കേട്ടോ? പാത്തു വീഡിയോ പിടിക്കുക. ഇനി വേണമെങ്കിൽ പിന്നെ ഇടാം. അതും കൂടി ഉണ്ട്. അന്ന് മേടിച്ചിട്ട് അതന്നെ അവിടെ ഈ വെള്ളം കളിക്കുന്ന കിടണ്ടേ പ്രാന്ത. ഉണ്ണിയാണല്ലേ ഇത് തമ്പാല ഒഴിക്കട്ടെ. എന്നെ തുറക്കണം. അടിയതല്ലേ ടേസ്റ്റ് ഉണ്ടാവും. കദളിപ്പഴമാണ് ചിലർ ചേർക്കുക. ഇതായി ഈ പഴയത് കുഴപ്പമില്ല. ഇറക്കല്ലേ വേണ്ട? നിർത്താൻ ഓഫാക്കാൻ. ഇനി ഒന്ന് ഇരുന്ന് കുറുകണം. ഇത് ഇന്നിപ്പോ സെറ്റായിക്കോളൂ.